വിശദമായ വാർത്തയിലേക്ക്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം. ഇടുക്കി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് 3 പേർ ചേർന്ന് ഷാജൻ സ്കറിയെ ആക്രമിച്ചത്. പരിക്കേറ്റ ഷാജൻ സ്കറിയ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. വിവരങ്ങളുമായി ആൽവിൻ ചേരുകയാണ്. ആൽവിൻ, എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? നിലവിൽ ഷാജന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് ഒരു വാഹനം ഷാജൻ സ്കറിയ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തൊട്ട് പിന്നിൽ ഇടിക്കുകയും അതിനുശേഷം ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാജൻ സ്കറിയെ 3 പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷാജൻ സ്കറിയ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മറുനാടൻ മലയാളിയുടെ ഉടമ കൂടിയായ ഷാജൻ സ്കറിയ ഇന്നൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ തൊടുപുഴയിലെ വണ്ടമറ്റത്ത് എത്തിയതായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് മടങ്ങുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. 3 പേരാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. തൊടുപുഴ പോലീസ് വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. ഷാജൻ സ്കറിയയുടെ മുഖത്തും മൂക്കിനും പരിക്കേറ്റിട്ടുണ്ട്. ഷാജൻ സ്കറിയെ ആദ്യം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപകട നില തരണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പോലീസ് നൽകുന്ന വിവരം, ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ഈ അക്രമികൾക്കെതിരായി അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിജീഷ്. ശരി. ലൈംഗിക വിവാദത്തിൽ രാഹുൽ മങ്കൂട്ടത്തലിന് സമ്പൂർണ്ണ സംരക്ഷണം പ്രഖ്യാപിച്ച് UDF. രാഹുലിനെതിരെ ഉയർന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ കഴമ്പില്ലാത്ത ആരോപണങ്ങളെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ന്യായീകരണം. രാഹുലിനെ സംരക്ഷിക്കുമെന്നും UDF കൺവീനർ പറഞ്ഞു. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുകയാണ്. അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എല്ലാവർക്കും നീതി ഒരുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് 15-നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകും. അതേസമയം വ്യാജ ID കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ക്രൈംബ്രാഞ്ച് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് വിശദീകരണം. അതിനിടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പാലക്കാട് BJP മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അജിത് ബാബു ചേരുകയാണ് പാലക്കാട് നിന്ന്. അജിത്ത്, വിവാദങ്ങളും വിമർശനങ്ങളും തുടരട്ടെ, സംരക്ഷണം നൽകും UDF എന്നാണ് നിലപാട്. രാഹുലിന് പൂർണ്ണ സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് UDF മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. പ്രധാനപ്പെട്ട ഒന്നിലധികം നേതാക്കൾ ഇക്കാര്യത്തിൽ രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. പ്രത്യേകിച്ച് UDF കൺവീനറിന്റെ പ്രതികരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നത്. രാഹുലിന് സംരക്ഷണം നൽകും, എല്ലാവർക്കും നീതി ലഭ്യമാകേണ്ടതുണ്ട്. മറുഭാഗത്തിരിക്കുന്നവർ സമാന ആരോപണങ്ങൾ ഉള്ളവരുണ്ട്. അവർക്കെതിരെ എന്താണ് ഈ സമീപനം CPM ഉൾപ്പെടെ സ്വീകരിക്കാത്തത്? മാത്രമല്ല, നടപടി സ്വീകരിച്ചത് ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ്. അതിനപ്പുറത്തേക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസിന്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC പ്രസിഡന്റ് അടക്കം MLA-യോട് എങ്ങനെ നിയമസഭയിൽ വരരുതെന്ന് പറയാൻ കഴിയുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പിന്തുണ രാഹുലിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയുന്നത്. അടൂർ പ്രകാശ് പറഞ്ഞത് രാഹുലിനെ മാത്രമായി എന്തിനു മാറ്റി നിർത്തണം, ഇത്തരത്തിൽ CPM അല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നടക്കമുള്ള ഷാർപ്പായ വിമർശനങ്ങൾ കൂടി അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ജനാധിപത്യ രീതിയിൽ നടപടി സ്വീകരിച്ചു, അതിനപ്പുറത്ത് കേസെടുക്കട്ടെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കൂടി കൺവീനർ പറഞ്ഞു വെക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വരും ദിവസങ്ങളിൽ പാലക്കാട്ടേക്ക് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുമ്പോൾ സംരക്ഷണം നൽകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം അടക്കം ബാക്കി നിൽക്കുകയായിരുന്നു. അക്കാര്യത്തിൽ സംരക്ഷണം നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ സൂചനകളെല്ലാം നൽകുന്നത്. ഈ പാലക്കാട് പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് തന്നെ BJP രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയും ആ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പ്രതിഷേധം കൂടുതൽ മൂർച്ഛിക്കാനുള്ള സാഹചര്യമാണുള്ളത്. അതോടെ തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അതിൽ രാഹുൽ പങ്കെടുക്കാൻ എത്തിയാലും സമാനമായി വലിയ പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട് മൊഴി എടുക്കാനായി രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല. പ്രത്യേകിച്ചും
തനിക്ക് ഇത്തരത്തിൽ രാഹുലിന് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് രാഹുലിനൊപ്പം അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും രാഹുലിന് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഭി വിക്രമിന്റെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിച്ചതിനിടയിൽ രാഹുലുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ UDF കൺവീനർ തന്നെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്ക് ആണ് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്ന് പറയുന്നതിലൂടെ രാഹുലിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് UDF എത്തിയിരിക്കുന്നു. കണ്ണൂർ കണ്ണപുരത്തെ നടുക്കിയ സ്ഫോടനത്തിൽ പ്രതി അനൂപ് മാലിക് പിടിയിൽ. ഇന്ന് പുലർച്ചെയാണ് അനൂപ് വാടകയ്ക്കെടുത്ത വീട്ടിൽ സ്ഫോടനം ഉണ്ടായത്. അപകടത്തിൽ ചാലാട് സ്വദേശിയും അനൂപിന്റെ ബന്ധുവുമായ മുഹമ്മദ് ആഷാം മരിച്ചിരുന്നു. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തി. ആംസ് ആൻഡ് എക്സ്പ്ലോസീവ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അനൂപ് മാലിക്കിനെതിരെ സമാന സംഭവങ്ങളിൽ നേരത്തെയും കേസുണ്ടെന്ന് പോലീസ് പറയുന്നു. അതേസമയം അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയത്തെ ചൊല്ലി വിവാദം ശക്തമാവുകയാണ്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, സ്ഫോടനമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പ്രധാന പ്രതിയെ പിടിക്കാനായി പോലീസിന്. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് സ്ഫോടക വസ്തു ശേഖരമെന്നാണ്. ഇന്ന് പുലർച്ചെ 1:50 കണ്ണപുരം കീഴറയിലെ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വലിയ ശബ്ദത്തോടുകൂടിയുള്ള പൊട്ടിത്തെറി ഉണ്ടായത്. ഈ വീടിന്റെ പരിസരത്ത് ഏകദേശം 200 മീറ്ററോളം ദൂരത്തിൽ ഇതിന്റെ പ്രകമ്പനമുണ്ടായി. മാത്രമല്ല സമീപത്തെ 6ഓളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ശബ്ദം കേട്ട് നാട്ടുകാർ ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. പൂർണ്ണമായും തകർന്നു വീണ നിലയിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കാല് മാത്രം പുറത്തേക്ക് കാണുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തേക്ക് എത്തി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയാണ് അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. ചാലാട് സ്വദേശിയായ മുഹമ്മദ് അഷാം എന്ന് പറയുന്നയാളുടെ മൃതദേഹമാണ് ഈ പരിസരത്ത് നിന്ന് കിട്ടിയത്. ഈ വീട് 1 വർഷം മുമ്പ് വാടകയ്ക്ക് എടുത്തത് അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ വ്യക്തി പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മാരക പ്രഹരശേഷിയുള്ള സ്ഫോടന വസ്തുക്കളായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത് എന്ന് വ്യക്തമായി. ഈ തകർന്നു വീണ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ഒരു ഷെൽഫിൽ നിന്ന് വെടിമരുന്നും ഒപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിരികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. പോലീസ് ഏതായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അനൂപ് മാലിക് നേരത്തെ 6 കേസുകളിൽ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനും കൈകാര്യം ചെയ്തതിനുമുള്ള 6 കേസുകളിലെ പ്രതിയാണ്. ക്രൈംബ്രാഞ്ച് ACPക്കാണ് അന്വേഷണ ചുമതല. ആ നിലയ്ക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നുമുണ്ട്. ഈ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കൂടി രൂപപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ണൂരിൽ കണ്ടത്. കോൺഗ്രസിനെതിരെ BJPയും CPIMും ആരോപണമുന്നയിച്ച് രംഗത്തെത്തി. അനൂപ് മാലിക് കോൺഗ്രസുമായി ബന്ധമുള്ളയാളാണ്. K സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു അനൂപ് മാലിക് തുടങ്ങിയ ആരോപണങ്ങളാണ് ഇന്ന് ഉയർന്നു വന്നത്. ഇതിന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ